എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ദ്രിത് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു തുടർച്ചയാണ്. നമ്മുടെ പൊന്മുടി എക്കോ ടൂറിസത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഈ വീഡിയോയോടുകൂടി തിരുവനന്തപുരം ട്രിപ്പിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ പൊന്മുടിയുടെ താഴെ ഭാഗത്ത് ഒരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നുള്ളത്. സൈക്കിൾ ഫോർ റെൻ്റ്. സൈക്കിൾ വാടക കൊടുക്കുന്നുണ്ട്. ഒരുപാട് സൈക്കിൾ ഇതിനകത്തുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ആ പൊന്മുടിയുടെ ആ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ നല്ല കോടമഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടമഞ്ഞ് മൂടുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ചെറിയ വരയാടുകളുടെ പ്രതിമയൊക്കെ ഉണ്ട്. നല്ല സീനറിയാണ്. ഏത് സീനറി ഒഴിവാക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒന്നും എഡിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത്രയും നല്ല വിഷ്വൽസാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും കുടിച്ചിട്ട് തിരിച്ച് പൊന്മുടിയുടെ ഒരു ഭാഗത്തേക്കാണ് കഴിഞ്ഞതിൽ കയറിയത്. അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ഏറ്റവും കൂടുതൽ വിസ്താരമുള്ള സ്ഥലത്തേക്ക് കയറാൻ പോവുകയാണ്. ഇത് ചെറുകിട വനവിഭവ വിപണന കേന്ദ്രമാണ്. ഒരുപാട് വനവിഭവങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് വില അധികമുണ്ട്. അപ്പോൾ നല്ല പ്യുവർ സാധനങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കത് പോകുന്നവർക്കത് വാങ്ങിക്കാം. പൊന്മുടിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് KSRTC ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഇനി പോകാൻ പോകുന്നത് വലത് ഭാഗത്തേക്കാണ്. കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ പ്രകൃതി ആണ് പൊന്മുടിയുടേത്. കൂടുതലും ഈ വെള്ളക്കല്ലുകൾ, അതായത് ഈ കറുത്ത കല്ലുകളുടെ മുകളിൽ വെള്ള പൂപ്പൽ പിടിച്ച പോലത്തെ കല്ലുകളാണ് കൂടുതലുള്ളത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് ഈ പച്ച പുൽമേടുകൾക്കിടയിൽ അത് നല്ലൊരു വർണ്ണവിസ്മയം നമുക്ക് തീർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ കോടമഞ്ഞും, ഈ പച്ചപ്പുല്ലുകളുടെ മുകളിൽ ഈ കോടമഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീൽ തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, കുളിരുണ്ട്, മഞ്ഞുണ്ടാവും. ഈ ജലദോഷം ഇതുള്ളവർ ശ്രദ്ധിക്കണം. തൊപ്പിയൊക്കെ വെച്ച് വരുന്നതായിരിക്കും നല്ലത്. ഈ കാണുന്നത്, ദൂരത്ത് കാണുന്നത് പൊന്മുടിയുടെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. അതിനടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല. ചെറിയൊരു നാശത്തിൻ്റെ വക്കിലാണ്. വീണ്ടും കോടയിൽ മൂടാൻ പോകുന്ന പൊന്മുടി, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. കണ്ടില്ലേ? വീണ്ടും അത് ആ ദൂരത്ത് ഉള്ളത് അടുക്കെത്തുമ്പോഴും വീണ്ടും ക്ലാരിറ്റി കുറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട നല്ലോണം വരുന്നുണ്ട്. ആ കോട വരുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ കൂടെ വന്നവരെ കുറേ പേര് മുന്നിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുറ്റും കോട പോകുന്നുണ്ട്. കണ്ടോ? ചുറ്റും മൂടുന്നുണ്ട് കോട. ഒരുപാട് ഏരിയ കണ്ടത്. എത്ര മനോഹരമായ ദൃശ്യമാണിത്. നീലാകാശവും അതിൻ്റെ ഇടയിൽ കൂടെ കോടയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മുടെ റാണിപുരം, കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എക്കോ ടൂറിസം. ഇത് പൊന്മുടി എക്കോ ടൂറിസം. രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഞാനത് അത്ര ശ്രമിച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ എന്താണ് ഇവിടുത്തെ കൃത്യമായിട്ടുള്ള, ഇപ്പോൾ റാണിപുരം ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാനി എന്ന് വിളിക്കപ്പെടുന്ന പുൽമേടുകളാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുക തന്നെയാണ് മെയിൻ ലക്ഷ്യം. അതാണ് കൂടുതലും ഉദ്ദേശിച്ചത്. ആ കോടമഞ്ഞ് ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറിൽ ഇവിടെ ചിലവഴിച്ചിട്ടാണ് പോയത്. കണ്ടത് ആ കോട പോകുന്ന കണ്ടില്ലേ? ആ കാറ്റ് വരുമ്പോൾ കോട ഇങ്ങനെ തിങ്ങി മാറി കാണാൻ നല്ല രസമാണ്. പക്ഷേ ഞാൻ ഇവിടെ കണ്ടൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏത് സ്ഥലത്തും ഇത്ര സ്പീഡായിട്ട് കോട വരികയും അപ്പം തന്നെ പോകുന്നതും വളരെ കുറവാണ് കേട്ടോ. ബാക്കി ഏത് സ്ഥലത്തും അത് വളരെ കുറവായിട്ടാണ് തോന്നുക. പക്ഷേ ഇവിടെ വളരെ സ്പീഡായിട്ടാണ് ഇത് കാണുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും, സീനറീസ് കിട്ടും. പക്ഷേ പെട്ടെന്ന് കോടയും വരും. അങ്ങനെ മാറി 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 പോകുന്നൊരു അനുഭവം.
ഇതായി നിങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ അത് ഇപ്പോൾ കാണാൻ പറ്റും. വിവരണങ്ങൾക്ക് അതീതമാണത്. കാണുമ്പോൾ തന്നെ അത് അറിയാം. നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം തന്നെ ഇതിൽ എത്രയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കോട, കണ്ടില്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഈ പൊന്മുടിയിലേക്ക് വരുമ്പോൾ തന്നെ ആ റൂട്ട് തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കുറച്ച് ഞാൻ ചുരുക്കി കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നിട്ട് ഈ ഒരു ഏരിയ ഇത്രയും ബ്യൂട്ടിയുള്ളൊരു ഏരിയ ഉണ്ടാവുമെന്ന് അത്ര വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. അത്രയും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ 5 മിനിറ്റിനും. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നു, സീനറീസൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത് അത്രയും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ സഞ്ചാരികളോട് പറയാനുള്ളത്, തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, ഇപ്പം നമ്മൾ തിരുവനന്തപുരം ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൊന്മുടിയാണ്. അതിൻ്റെ ആ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അനിയൻ താഴോട്ട് അതിൻ്റെ താഴെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കോടമഞ്ഞ് മൂടുമ്പോൾ പിന്നെ ഇവനെ കാണില്ല. അത് ആ ഒരു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂടും. എൻ്റെ മോണോപോഡൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു ഫേക്ക് ഡ്രോൺ ഷോട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നോർമൽ കഴിയുന്നതിൻ്റെ ഒരു പരമാവധി വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പനോറമിക് വ്യൂ എടുക്കാൻ വേണ്ടിയാണ് നോക്കിയത്. ഈ വ്യൂ പോയിൻ്റിൻ്റെ മുകളിലോട്ട് പ്രവേശനമില്ലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ചുറ്റും റൗണ്ട് ഒരു വ്യൂ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പാറക്കൂട്ടങ്ങളാണ്. ഇത് കാണാൻ തന്നെ എന്തൊരു രസമാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നമ്മൾ വീഡിയോസിന് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും കിട്ടും. അത് ഭയങ്കര ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ആ കളർ കോമ്പിനേഷൻ വിവരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും വീഡിയോസ് എടുക്കാൻ തോന്നുന്നത്. ഇവിടെ വന്നതിന് ശേഷം മുഴുവൻ എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ ഞാൻ വീഡിയോ എടുത്തു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ കൂടെ വന്ന ഉണ്ണി ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ട് ആസ്വദിക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പിറകുന്നിങ്ങനെ പോയിട്ട് അവനെ വിളിച്ചു. പക്ഷെ അവനത് കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച അവൻ പെട്ടെന്ന് ഞെട്ടുന്നു. പക്ഷെ ഒന്നുമില്ല, അത് ആ ഇയർഫോൺ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു മൂഡിൽ നല്ല തണുപ്പിൽ അത് കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ആയിരിക്കും അങ്ങനെ ഇരുന്നുണ്ടാവുക. എന്തായാലും നമ്മുടെ പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഇതിൻ്റെ വിസ്താരമേറിയ കുറേ ഏരിയ ഉണ്ട് ഈ വലതുഭാഗത്തുള്ള സ്ഥലത്ത്. അങ്ങനെ ഓരോ സ്ഥലവും കണ്ടുകൊണ്ട് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു പോലീസിൻ്റെ അവർ താമസിക്കുന്ന സ്ഥലമുണ്ട്, പഴയതാണ്. അതിൻ്റെ അപ്പുറത്താണ് പുതിയത്. ഇത് പ്രോഹിബിറ്റഡ് ഏരിയ ആണ്. ഇവിടെ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്നൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എടുക്കാം. നല്ല രസമില്ല അത്. നേരത്തെ കണ്ടത് പഴയ പോസ്റ്റാണ്. പക്ഷെ അതിൽ നോ എൻട്രി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. പക്ഷേ ഇതാണ് പുതിയത്. ഇവിടെ ഇതിനകത്ത് കയറാൻ പാടില്ല. വ്യക്തമായിട്ട് അവിടെ നോ എൻട്രി എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും വളരെ ദൂരത്ത് നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ട്രാവലർ ഇതാ വളരെ ദൂരത്ത് സൂം ചെയ്ത് നോക്കിയതാണ്. വളരെ ദൂരത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മൊത്തം തിരുവനന്തപുരത്തെ വീഡിയോസും ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്തത് നമുക്ക് വ്യത്യസ്തമായ കുറച്ച് വീഡിയോകളുണ്ട്. അതുമായിട്ട് വീണ്ടും കാണാം. പൊന്മുടിയുടെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്, ഇന്ദ്രിത് മീഡിയ. ബൈ ബൈ. താങ്ക് യു.